ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങളെ ഇതുവരെ വീഡിയോയിൽ കണ്ടിട്ടില്ലാത്ത എൻ്റെ സ്വന്തം വീട്, മുണ്ടക്കയത്തെ എൻ്റെ സ്വന്തം വീട് കാണിക്കാൻ പോവാണ്. അപ്പോൾ വീടിൻ്റെ ബാക്കി വിശേഷമെല്ലാം എൻ്റെ ബാക്കി വീഡിയോയിൽ കാണാം. അപ്പോൾ ബാ. വിചാരിക്കും ഇത് കാടായിരിക്കും. അല്ല ഗൈസ്, നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്. ഇത് കാടും ഒന്നുമല്ല. ഇതെൻ്റെ അച്ഛൻ്റെ സ്വന്തം ഗാർഡൻ എന്നും വേണേൽ പറയാം. എന്ന് വെച്ചാൽ പുള്ളിയുടെ കൈ കിട്ടുന്ന സാധനമെല്ലാം അവിടെ കൊണ്ട് നട്ടുവെക്കും. നട്ടുവെച്ച് ഇതിപ്പോൾ ഒരു വനം പോലെ. ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. എന്നെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് വയറിങ് ആയിരുന്നു. കാണിച്ചു തരാം കേട്ടോ. ഉള്ളൊരു ചിന്തയായിരിക്കും. പിന്നെ എൻ്റെ ഷോർട്ട് ബ്ലോഗിൽ എങ്ങനെയാ, ലൈറ്റ് ഉണ്ട്, നല്ല വീടാണ് ഒക്കെ ഉള്ളൊരു ചിന്ത കാണും. പക്ഷേ ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്ന വീട് എൻ്റെ പഠിത്തത്തിന് വേണ്ടി ഞാൻ മാറി നിന്നതാണ്. ഇതാണ് എൻ്റെ സ്വന്തം വീട്. എന്താ പിന്നെ ഇത്രയും നാളും സ്വന്തം വീട് കാണിക്കാൻ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ അതിൻ്റെ സത്യം എന്തെന്ന് വെച്ചാൽ, ഞാൻ മിക്കപ്പോഴും ഇവിടെ വരുമ്പോഴത്തേന് സമയം ഏതാണ്ട് ലേറ്റ് ആവും. ഒരു വൈകിട്ടെങ്കിലും ആവും. അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കറണ്ടില്ല. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റത്തില്ലല്ലോ. അത് മാത്രമല്ല, ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും കുറേ കഴിയുമ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് ചെയ്ത് തരും. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു നിർവാഹവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ എൻ്റെ വീട് കാണിക്കാൻ. ഇങ്ങനത്തെ ടെക്നിക്ക് നിങ്ങൾ എന്തായാലും വേറെ കാണാൻ ഒരു വഴിയുമില്ല. എന്താണെന്ന് മനസ്സിലായവർ ആരെങ്കിലും ഉണ്ടോ? ഞാൻ തന്നെ പറയാം, ഇത് കുഴൽക്കിണറാണ് വീടിൻ്റെ. എൻ്റെ സ്വന്തം പിതാവിൻ്റെ ബുദ്ധിയാണ്. ജപ്പാൻകാർ കഴിഞ്ഞാൽ പിന്നെ ഈ ബുദ്ധിയുള്ളത് എൻ്റെ അച്ഛന് മാത്രമാണ്. ഇത് നട, ഇത് കിണർ. നടയും കിണറുമായിട്ട് വലിയ വ്യത്യാസമില്ല. അപ്പോൾ ഗൈസ്, നിങ്ങൾ എൻ്റെ അച്ഛനെ അമ്മ കണ്ടിട്ടില്ലല്ലോ, കാണിച്ചു തരാം. അവരാണ് സത്യത്തിൽ നിങ്ങൾ കാണേണ്ടത്. ഇവിടുത്തെ മെയിൻ ആൾക്കാർ. മുറ്റത്താണ്, ഞാൻ കാണിക്കാം. ഇതാണ് ഞങ്ങളുടെ വെള്ളച്ചി. ഇല്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ജപ്പാൻ കിണറിൻ്റെ ഓണറിനെ കാണണ്ടേ? നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭയങ്കര പണിയെന്ന് കാണിച്ചായ പിന്നെ അടങ്ങിയിരിക്കുകയല്ല. ഇതാണ് ചേച്ചി. ഹായ് കൊടുത്തേ. ചാച്ചി ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ പിന്നെ അച്ചാച്ചി, ഞായറാഴ്ച എന്നല്ല എല്ലാ ദിവസവും ഇതൊക്കെ തന്നെയാണ്. കുറച്ച് സമയം കിട്ടി അച്ചാച്ചി ഓരോ വർക്കിലായിരിക്കും. അമ്മേനെ കാണിക്കാം കേട്ടോ. അമ്മ അപ്പുറത്തെ കണ്ട. നമ്മുടെ വീടിൻ്റെ പുറഭാഗമാണെങ്കിൽ ഇത് കൂപ്പാണ്. കണ്ണിമല റേഞ്ചിൽ വരുന്ന ഒരു ചെറിയ ഭാഗം കൂപ്പായി സൈഡിൽ. ഞാൻ ക്യാമറ കാണിക്കാം കേട്ടോ. അങ്ങനെ എൻ്റെ സാരി ഡ്രൈപ്പിസ്റ്റിനെ ഞാൻ ഇപ്പോൾ വിളിക്കാം കേട്ടോ. അമ്മേ നന്ദി നിർത്തി വെച്ചോ. ഇതെൻ്റെ സാരി ഡ്രൈപ്പിസ്റ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ എപ്പോഴത്തെ ഉള്ള പരിപാടിയാണ്. അപ്പോൾ മുണ്ടക്കയത്ത് വന്നു കഴിഞ്ഞാൽ ഇത് സ്ഥിരമാണ്. എന്നു വെച്ചാൽ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കോപ്രായത്തിനിരിക്കും. എൻ്റെ എല്ലാ കോപ്രായത്തിനും കൂടെ നിൽക്കുന്നത് എൻ്റെ അമ്മയാണ്. ഇതുപോലെ സാരി ഉടുക്കാനും അമ്മയുടെ അലമാരിയിൽ നല്ല ഇഷ്ടം പോലെ സാരി ഇരിപ്പുണ്ട്. അപ്പോഴത്തേനും ഞാൻ ഓരോ സാരി എടുത്ത് പോകും, അട്ടിങ്ങനെ ഉടുക്കാൻ തുടങ്ങും. അപ്പോൾ അമ്മ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നല്ല രീതി ഉടുത്ത് കഴിഞ്ഞ് അവസാനം ഒരു ഫോട്ടോഷൂട്ടിൽ നിർത്തും. അപ്പം നിങ്ങൾക്ക് എന്തായാലും എൻ്റെ ഈ സാരി ഉടുത്തത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഈ ബ്ലൗസ് ആയിട്ട് നല്ലൊരു മാച്ചിങ് ആണ്. പക്ഷെ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളർ. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നോട് ഉറപ്പായിട്ടും പറയുക കമൻറ്റിലൂടെ.
ഈ സാരി. എൻ്റെ എല്ലാ മിക്ക റീലിനകത്തും സാരിയാണ്. അമ്മ ഈ ഉടുപ്പിക്കുന്ന കണ്ട് പഠിച്ച് പിന്നെ കുറച്ചൊക്കെ സാരി ഉടുക്കാൻ അറിയാം, തീരെ അറിയാഴികയൊന്നുമില്ല. എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ നെക്ക് പീസ് ഇത് അമ്മയുടെ തിരുവാതിര കളിക്ക് അമ്മ എടുത്തേക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഞാനായിരുന്നു എന്നുവെച്ചാൽ അമ്മ ഇതുവരെ ഇട്ടിട്ടില്ല, ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ ഈ സാരി കൊടുത്തപ്പോൾ അമ്മ നിർബന്ധിച്ചിടിപ്പിച്ച. എന്നാൽ ഞാൻ ഈ മാല ഇടുന്ന ഒരു ടൈപ്പല്ല. ഇവിടുത്തെ ഒരു മെയിൻ ഭാഗമാണ്. ഇവിടെ ഒരു ചേട്ടൻ ഗിഫ്റ്റ് ചെയ്തതാണ്. നമ്മുടെ മുണ്ടക്കയത്തെ വിശേഷം ഇതും കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് ഉച്ച കഴിയുമ്പോഴത്തേന് കോട്ടയത്തിന് പോകും. ഇനി അപ്പോൾ നമുക്ക് ബാക്കി കോട്ടയത്തെ വിശേഷം അറിയാം. ഇടയ്ക്ക് വരുമ്പോൾ നമുക്ക് മുണ്ടക്കയത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ അറിയിക്കാം. അമ്മ പാലായിക്കാൻ പോകും. അത് പറയാൻ വിട്ടുപോയി. എൻ്റെ അമ്മ നിൽക്കുന്നത് പാല പവിത്ര സിൽക്സിലാണ്. അപ്പോൾ പാല വഴി പോകുന്നവർ പവിത്ര സിൽക്സിൽ ഉറപ്പായിട്ട് കയറുക. നല്ല കളക്ഷൻസ് ഉണ്ട്. അവിടുത്തെ ഡ്രസ്സിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ സാരി ഡ്രൈപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. അപ്പോൾ വീഡിയോ മൈൻഡപ്പ് ചെയ്യാമേ. ടാറ്റ കൊടുത്തേര്. ടാറ്റാ.